ബാങ്ക് അക്കൗണ്ടുകളിൽ എവിടെ നിന്നെല്ലാം പണം ലഭിച്ചു, എങ്ങനെ ചെലവഴിച്ചു തുടങ്ങിയ വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ബാങ്കിൽ തന്നെ വീണയ്ക്ക് ഒരു ലോക്കർ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള തുക ഈ ലോക്കർ സംവിധാനത്തിൽ വീണ വിജയൻ ഇട്ടിട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ആയുർവേദ കോളേജിന് തൊട്ടടുത്തുള്ള HDFC ബാങ്കിന് തൊട്ട് മുൻപിലാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട്, അതായത് വീണ വിജയൻ്റെ ലോക്കർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സംഘം നിലവിലിപ്പോൾ പരിശോധിക്കുകയാണ്. നമ്മൾ ആ ബാങ്കിന് മുൻപിലാണ് ഉള്ളത്. വലിയ സുരക്ഷയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വട്ടം പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ ഇത്രയും വലിയൊരു കേന്ദ്ര സേനയുടെ സംഘം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ ഒരു HDFC ബാങ്കിൻ്റെ ലോക്കർ പരിശോധിക്കുമ്പോൾ വലിയ സുരക്ഷയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാവുന്നതാണ്. എന്തായാലും ബാങ്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട രേഖകൾ കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിനിടെ വീണ വിജയൻ ED ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ED സംഘം HDFC ബാങ്കിനുള്ളിൽ നിലവിലിപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചെയ്യലിനിടെ വീണ വിജയൻ ഈ ബാങ്ക് ലോക്കറുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായുള്ള വിവരം ED സംഘത്തിന് നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്കർ നിലവിലിപ്പോൾ പരിശോധിക്കുന്നത്. കേന്ദ്രസേനയുടെ വലിയ സാന്നിധ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. CMRL കമ്പനിയുമായുള്ള ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിൽ എക്സാലോജിക് സൊല്യൂഷൻസ് ഉടമയും പിണറായി വിജയൻ്റെ മകളുമായ വീണ വിജയനെ ED കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. 9 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷമാണ് വിട്ടയച്ചത്. അതായത് രാവിലെ 11-ന് ആരംഭിച്ച ചോദ്യം ചെയ്യൽ വൈകിട്ട് 6-ഓടെയാണ് അവസാനിച്ചത്. 3 തവണ ഇടവേള നൽകി രേഖപ്പെടുത്തിയ മറുപടികൾ വായിച്ച് കേട്ട ശേഷം നടപടികൾ പൂർത്തിയാക്കി രാത്രി 7:52-നാണ് വീണ വിജയനെ പുറത്തേക്ക് വിട്ടത്. എന്തായാലും ഇവിടെ എടുത്തു പറയേണ്ടത് CMRൽ നിന്ന് 2.78 കോടി രൂപ പ്രതിഫലം കൈപ്പറ്റിയത് സോഫ്റ്റ്വെയർ പരിപാലന സേവനങ്ങൾ നൽകിയതിനാണ് എന്ന് വീണ മറുപടി നൽകി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കമ്പനി പൂട്ടിയതിനാൽ സേവനങ്ങളുടെ വിശദാംശങ്ങളോ തെളിവുകളോ കൈവശമില്ല എന്നും വീണ വിജയൻ ED സംഘത്തിന് മുൻപിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിൽ എവിടെ നിന്നെല്ലാം പണം ലഭിച്ചു, എങ്ങനെ ചെലവഴിച്ചു തുടങ്ങിയ വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പലതിനും വ്യക്തമായ മറുപടി ലഭിച്ചില്ല എന്നുള്ള വിവരവും നമുക്ക് കൃത്യമായി ലഭിക്കുകയാണ്. EDയുടെ 2ാമത്തെ സമൻസിൽ കടവന്ത്രയിലെ ഓഫീസിലാണ് ഇക്കഴിഞ്ഞ ദിവസം വീണ വിജയൻ ഹാജരായത്. ഇതിന് പിന്നാലെയാണ്, അതായത് ED സംഘം ഇക്കഴിഞ്ഞ ദിവസം വീണ വിജയനെ ചോദ്യം ചെയ്തതിന് ശേഷം തൊട്ടു പിന്നാലെ നിലവിലിപ്പോൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് തൊട്ട് മുൻപിലുള്ള HDFC ബാങ്കിനുള്ളിൽ നിലവിലിപ്പോൾ റെയ്ഡ് നടത്തുകയാണ്. അതായത് വീണ വിജയൻ്റെ ലോക്കറിൽ നിലവിലിപ്പോൾ ED സംഘം റെയ്ഡ് നടത്തുകയാണ്. ഇതിനു മുൻപും ED സംഘം കൃത്യമായി പറഞ്ഞിരുന്നു ഈ ബാങ്ക് ലോക്കറിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ വീണ വിജയൻ്റെ ബാങ്ക് ലോക്കർ നിലവിലിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വീണയുടെ ബാങ്ക് അക്കൗണ്ട് മരവിച്ചിരുന്നു എങ്കിലും അതിൽ ചെറിയ തുക മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് HDFC ബാങ്കിലെ ലോക്കറിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ED സംഘം നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പണമിടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളും വിവരങ്ങളും കണ്ടെത്തുകയാണ് ഈ നീക്കത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിനിടെ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് CMRൽ നൽകിയ ഹർജി കോടതി പരിഗണിക്കാൻ ഇരിക്കെ കേസിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് EDയുടെ തീരുമാനമെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നതും. എന്തായാലും CMRൽ നിന്ന് എക്സാലോജിക് വഴി വീണയ്ക്ക് ലഭിച്ച പണം അവർ എന്ത് ചെയ്തു എന്ന അന്വേഷണം ED നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് വീണയുടെ വീട്ടിൽ ഇക്കഴിഞ്ഞ ദിവസം ED സംഘം റെയ്ഡ് നടത്തിയത്. ആ പരിശോധനയിൽ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു. HDFC ബാങ്കിലെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 2 ലക്ഷത്തിൽ താഴെ പണം മാത്രമായിരുന്നു
അതിൽ ഉണ്ടായിരുന്നത് ആ ബാങ്കിൽ തന്നെ വീണയ്ക്ക് ഒരു ലോക്കർ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ലോക്കർ തുറന്ന് പരിശോധന ED സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോക്കർ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ, അതായത് മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ED സംഘത്തിന് ലഭിക്കുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. നിലവിലിപ്പോൾ വലിയ സുരക്ഷയാണ്, കേന്ദ്രസേനയുടെ സുരക്ഷയാണ് HDFC ബാങ്കിന് മുൻപിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ലോക്കറിനുള്ളിൽ എന്താണ്, അതായത് ഈ ഒരു മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള തുക ഈ ലോക്കർ സംവിധാനത്തിൽ വീണ വിജയൻ ഇട്ടിട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.